ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഏഞ്ചൽസിന് എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ള റീഡിംഗ് ആണ്. സോ ഇത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ പറ്റി നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സ് തരാനുള്ളതെന്ന് അറിയാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലാണ്, അതായത് യു ഹാവ് എ ബോയ് ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ട്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. സോ വെനെവർ യു വാച്ച് ദിസ് വീഡിയോ അത് അപ്പോൾ തന്നെ റെസനേറ്റ് ആയി തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് കൂടിയാണ്. ഇത് മെയിൽസ് ഫീമെയിൽസ് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഈ ഒരു റീഡിങ്ങിലില്ല. ആൻഡ് നിങ്ങൾക്ക് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3, അതായത് റൈറ്റ് ലെഫ്റ്റിലേക്ക് 1, 2, 3 എന്ന് 3 പൈൽസ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഇവിടെ തന്നെ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ക്ലിപ്സ് ഒന്നും ഇവിടെ എത്തുന്നില്ല. സോ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും കണക്ഷൻ തോന്നുന്നൊരു പൈൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3 ആൻഡ് അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നമ്മൾക്ക് റീഡിങ് എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇപ്പം ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഒരു ഫയൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് റെഡി എന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. സോ നമുക്ക് ആദ്യമായിട്ട് ദ ലവ് ഒറേക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഐ സീ ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. Examine what is coming causing you feel this way. സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫീലിംഗ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നോക്കുക, ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ ചെയ്യുക എന്ത് രീതിയിലുള്ള ഫീലിംഗ് ആണിത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് കാണുന്നു. ഇതിൻ്റെ അകത്ത് പലരും സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ലവ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ ഒരു സമയത്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങളുടെ വേർത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ, നിങ്ങളുടെ വില നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാനും അവരെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. സോ ലുക്ക് വിത്തിൻ യുവർ സെൽഫ്. Transformation. Your relationship is one with one another is about to deepen. Love conquers and transform all things. Okay. So നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ്. ആസ് ഐ സെഡ്, ഇപ്പോൾ നിങ്ങൾക്ക് പെയിൻഫുൾ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പം വേദനയാണോ അല്ലെങ്കിൽ ഇതൊരു സന്തോഷമുള്ള ഫീലിംഗ് ആണോ അല്ലെങ്കിൽ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. സോ നിങ്ങളിൽ പലരും ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫോർമേഷനിലാണ് നിങ്ങൾ എന്നുള്ളത് കാണാൻ പറ്റുന്നു. സോ നിങ്ങൾ പലരും ഇപ്പോൾ ഒരു പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ ഫേസിലായിരിക്കും. അതായത് നിങ്ങളുടെ ഓരോരോ ലെയേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പ്യുവർ സോളായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ വെൻ യു പാസ് ഫ്രം ദിസ് വേൾഡ് യു ടേക്ക് നത്തിങ് വിത്ത് യു ബട്ട് യുവർ സോൾ ആൻഡ് ദ മെമ്മറീസ് യു ഹാവ് ഷെയർഡ് വിത്ത് ദോസ് ഹു യു ലവ്. സോ ഐ തിങ്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മെമ്മറീസ്, സോ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ വൈഫായിട്ട് യു നീഡ് ടു സ്പെൻഡ് മോർ ടൈം എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിന് ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ജോബ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ യൂണിവേഴ്സ് ഇസ് ആസ്കിങ് യു നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്ലോ ആയിട്ട് എടുക്കൂ. കാരണം നിങ്ങൾ ലൈഫിന് നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ നിന്നും വിട്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്കാകെ നിങ്ങളുടെ കൂടെ മെമ്മറീസ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ലവ്ഡ് വൺസുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത മെമ്മറീസാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ, നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്ന് പറയുന്നു. സോ നിങ്ങളുടെ ഫാമിലി ടൈം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് കാണുന്നു. From the moon cards I see full moon in Gemini,
ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. സോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസിന് ആൻസർ വേണം, എന്തൊക്കെയോ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷേങ്കിൽ അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സമയമായി. നിങ്ങളുടെ ചോദ്യങ്ങളുടെ, നിങ്ങളുടെ സംശയങ്ങളുടെ അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സമയത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. സൗത്ത് നോഡ്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് ട്രിഗർ ചെയ്ത് അത് വീണ്ടും അത് വഴക്കിലേക്ക് പോകാനോ, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്ത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ വീണ്ടും സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. സോ അങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ നിങ്ങൾ അതിനെ ഹീൽ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ച് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുക. അല്ലെങ്കിൽ ആ ഒരു സാധനം ഇതുപോലെ റിസോൾവ് അല്ല എന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക. അത് ഹീൽ ചെയ്ത് മുന്നിലോട്ടേക്ക് പോവുക. ആ ഒരു പ്രശ്നം എന്താണോ ആ ഒരു പ്രശ്നം ഇനി വീണ്ടും നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നിലോട്ടേക്ക് പോകുക എന്നുള്ളത് കാണുന്നു. ദ ഫെയറി മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. I see motivation. When spring approaches, the flower fairies urges you to spring into action. If there is something you have been merely thinking of doing, they say, get busy, do it. So, ഫെയറി നിങ്ങൾക്ക് സ്പ്രിംഗ് ഫെയറിയാണ് വന്നിരിക്കുന്നത്. സ്പ്രിംഗ് ഫെയറി എന്ന് പറഞ്ഞാൽ ഇപ്പം ആക്ച്വലി ഒരു വിൻ്റർ ടൈമാണ്. അതായത് നിങ്ങളുടെ ടൈം ബിഗിൻ ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ് എന്നാണ് കാണുന്നത്. സോ അതുവരെ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഒരു മൂഡ് പോയ അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഒന്നിലും ഒരു താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് ഫേസിൽ നിൽക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഫെയറി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദിസ് കുഡ് ബി കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനമായിരിക്കാം. അല്ലെങ്കിൽ ഒരാൾ പ്രപ്പോസ് ചെയ്യണം, സോ യു വോണ്ട് ടു പ്രപ്പോസ് ഹർ ഓർ നോട്ട് എന്നുള്ള തീരുമാനമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതിനകത്തൊരു ആക്ഷൻ എടുക്കാതെ നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് ഫേസിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തായാലും മുന്നിലോട്ടേക്ക് എന്നുള്ള രീതിയിലൊരു ഡിസിഷൻ എടുത്ത് അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് മുന്നിലോട്ടേക്ക് പോവുക. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഫെയറീസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഐ സീ ഇന്നർ ചൈൽഡ്. ദ ഫെയറീസ് ഓഫ് പ്ലേഫുൾനെസ് റിമൈൻഡ് യു ടു മേക്ക് ടൈം ടു എംബ്രേസ് യുവർ ഇന്നർ ചൈൽഡ്. പ്ലേയിങ് കീപ്സ് യു ആസ് യങ് അറ്റ് ഹാർട്ട്. ഡു സംതിങ് സിലി ആൻഡ് ഫൺ ബട്ട് സ്റ്റേ സേഫ്. ഓക്കെ, സോ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കി വെക്കുക. അതായത് നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു കുട്ടിത്തം കളയാതിരിക്കുക. ആ ഒരു ഇന്നസെൻസ് കീപ്പപ്പ് ചെയ്തിട്ട് തന്നെ മുന്നിലോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കുട്ടികളുമായിട്ട് കളിക്കുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ എനർജീനെ ഒരുപാട് ഹാപ്പി ആക്കും. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളത് കാണുന്നു. സോ നിങ്ങളൊരു സ്ട്രെസ്ഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. ആൻഡ് ഓൾസോ സ്പെൻഡ് സം ടൈം വിത്ത് ദം. അതായത് നിങ്ങൾ എന്തെങ്കിലും എൻജോയ് ചെയ്ത ഹോബീസോ കാര്യങ്ങളോ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എൻജോയ് ചെയ്ത കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നിങ്ങൾ മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നിലോട്ടേക്ക് പോവുക. ഡോണ്ട് ബി കംപ്ലീറ്റ്ലി എപ്പോഴും സീരിയസ് അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് മുന്നിലോട്ടേക്ക് പോവുള്ളൂ. ഞാനൊരു കുട്ടിയായിട്ട് നിൽക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഞാൻ ഹാപ്പി ആക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ സ്ട്രൈവ് ദെയർ. ആൻഡ് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസിലേക്കും നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂട്ടാനും സാധ്യതയുണ്ട് എന്നുള്ളത് ഫെയറീസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വാട്ട് ഈസ് ദ സ്പിരിറ്റ് മെസ്സേജസ് ഫോർ യു എന്ന് നോക്കാം നമുക്ക്. യു ആർ ഫീലിംഗ് സംവാട്ട് confused by the events that are unfolding around you and the various seemingly contradictory information that are coming to your way. Trust your instinct and do what they are telling you to do, and they will learn a lot about yourself and the direction you want in your life to take. സോ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഒരു ഫേസ് ഓഫ് കൺഫ്യൂഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്
ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. പക്ഷേ അത് കുറച്ച് കാലങ്ങളിലുള്ളിൽ തന്നെ അത് നിങ്ങളുടെ ഫ്രണ്ടിൽ അൺഫോൾഡ് ചെയ്യും. അതായത് അതിൻ്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനുമായിട്ട് അത് തെറ്റായിട്ടുള്ള രീതിയിൽ, അതായത് നിങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്, പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നതൊന്നും തന്നെ ഉണ്ടാവില്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇതിനുള്ള കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ട്രൂത്ത് എന്നുള്ളത് കാണുന്നു. സോ നിങ്ങളുടെ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സിലുള്ള ട്രസ്റ്റ് മുന്നിലോട്ടേക്ക് വെച്ച് തന്നെ മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ, അതായത് ഈ ഒരു കൺഫ്യൂസ്ഡ് ഫേസിനുള്ളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. നിങ്ങളെപ്പറ്റിയും എന്ത് ഡയറക്ഷൻ എന്തൊരു സിറ്റുവേഷനിൽ വന്നാൽ ചൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സോ അടുത്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, യു പ്ലാന്റ് എ സീഡ് ആൻഡ് then dig it up every few minutes to see if it has grown. So why do you keep questioning yourself, your hard work, your questions? Say, have patience, stop overthinking and keep watering your seeds. Okay, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി പറഞ്ഞു തീർത്തിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ, ഇനിയും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇനിയും വീണ്ടും അതിനകത്ത് നിങ്ങൾ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ഗ്രോ. അത് വിത്ത് ടൈം അത് വളർന്നോളും എന്നുള്ള രീതിയിൽ നിൽക്കുക. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡിലൂടെ നിങ്ങൾ പോകേണ്ടതുണ്ട്. ആ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു ഗ്രോത്ത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളത് കാണുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങൾ ആ ഒരു പ്രശ്നത്തിനെ ആലോചിച്ച് അത് വീണ്ടും ഡിഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കേണ്ട. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു തീർത്തു, അത് കുഴിച്ചു മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് വീണ്ടും അതിനെ പൊക്കിയെടുത്ത് വീണ്ടും അതിനകത്ത് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കരുത്. സിമിലർ മെസ്സേജസ് ഫ്രം വാട്ട് വി ഗോട്ട് ഫ്രം ഒറേക്കിൾ കാർഡ്സ് ആണ്. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് കാണുന്നു. Focus on your mindset on what you can control instead of what you can't. The world is your oyster. Elevate your thought pattern so that you can attract abundance into your life and you are what you believe. So നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് കുറച്ച് ചെറിയ രീതിയിലൊന്ന് മാറ്റുക. നിങ്ങളുടെ മൈൻഡിൽ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് വരിക. സോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഫോക്കസ് ചെയ്യുക. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ തോട്ട് പാറ്റേൺ, ആ പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കാം. അതിപ്പം ഓപ്പോസിറ്റ് പേഴ്സൺ ആണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഓൾറെഡി കഴിഞ്ഞ കാര്യം പൊക്കിക്കൊണ്ടുവരുന്നതൊക്കെ ഓപ്പോസിറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഹാവ് എൻ ഓപ്പൺ ടോക്ക് വിത്ത് ദം ആൻഡ് സേ ദാറ്റ് ഈ ഒരു മൈൻഡ് സെറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു. അത് നമുക്ക് കൺട്രോൾ ചെയ്യണം, അത് മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പ് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ എന്ന് പറയാൻ ശ്രമിക്കുക. ഈ തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണം എന്നുള്ളത് കാണുന്നു. അതായത് ഇപ്പം അതിനെ പറ്റിയ സമയമല്ല, യു ഷുഡ് ഗീവ് എ വെയിറ്റിംഗ് പീരീഡ് ഫോർ ഇറ്റ്. ആൻഡ് ദെൻ അതിനെ കുറച്ച് സമയം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഓക്കെ, നിങ്ങൾ കുറച്ച് മാസങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത്, ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുള്ള തോട്ട്സ് എന്ന് ആലോചിക്കുക. അതിൻ്റെ അകത്ത് എന്താണ് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കുക. അതിന് കുറച്ച് നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് മാത്രം അതിന് പോവുക എന്നുള്ളത് കാണുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സഡൻ ചേഞ്ചസിനെക്കാട്ടിലും അതിന് ടൈം കൊടുത്ത് വളർത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത് കാണുന്നു. യു മൈറ്റ് ഹാവ് ടു വെയിറ്റ് എ ലോങ് പീരീഡ് ഓഫ് ടൈം. കുറച്ച് സമയം കൂടുതൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് നല്ല നല്ല കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ്. സോ ഈ പറയുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അതിന് മേലെ വർക്ക് ചെയ്യാനും അത് ക്ലാരിഫൈ ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളത് ഞാൻ കാണുന്നു. സോ ദാറ്റ് ഈസ് ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 1.
സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് മെസ്സേജസ് ഇസ് ദെയർ ഫോർ യു. സോ ദ വാട്സപ്പ് മെസ്സേജസിൽ നിങ്ങൾ കിട്ടുന്ന പേഴ്സണൽ റീഡിങ്സ് ആ പെയ്ഡ് റീഡിങ്സ്. സോ അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ഹാവ് നെവർ ഡൺ ദാറ്റ് ബിഫോർ. സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ഫ്രോം ദ യൂണിവേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. Acceptance is the key to inner peace. At times we must accept things as they are. There is no point of trying to change that beyond our control. സോ നിങ്ങളിൽ പലരും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാമായിരിക്കും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, അതിൻ്റെ അകത്തൊക്കെ ഓരോരോ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവാം. അപ്പം നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. കാരണം നമുക്കൊരാളെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് നമ്മളുടെ കൂടെ നിർത്താൻ വേണ്ടി പറ്റണമെന്ന് നിർബന്ധം ഇല്ല. ഈച്ച് പേഴ്സൺ ഇസ് ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ഓരോരോ പേഴ്സണും ഓരോരോ പേഴ്സണാലിറ്റിയാണ് ഉണ്ടാവുക. ഓക്കെ, അത് നമ്മൾക്ക് മാറ്റി അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ പറ്റിയാൽ അത് നല്ലത്, അത്രയും നല്ലത് എന്നുള്ളത് കാണുന്നു. ഇനിയിപ്പം വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അഡ്വൈസസ് കൊടുക്കാം. അതായത് ദിസ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു, അത് നമുക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് പറയാം. എന്നിട്ടും അവരുടെ സൈഡിൽ നിന്ന് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺട്രോളിനും ബിയോണ്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനകത്ത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാണുന്നു. ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദം. പക്ഷേങ്കിൽ ഇതൊരു ഹാർഡ് കോർ ആയിട്ട് അവരുടെ ഉള്ളിലുള്ള സംഭവമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളത് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ചെറിയതായിട്ടുള്ള കാര്യങ്ങളാണ്, ചെറുതായിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളൊന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അവരെങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഹാർട്ട് ആൻഡ് you will feel my love for you is as deep as ocean. Okay, so നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് കാണുന്നു. സോ അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കുള്ള സ്നേഹമാണ് അതിനകത്ത് മുഴുവനും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് അവരെ സ്നേഹം ഡീപ്പ് ആസ് എൻ ഓഷ്യൻ ആണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ദയർ സ്നേഹം ഇസ് ഡീപ്പ് ആസ് ഓഷ്യൻ എന്നുള്ളത് കാണുന്നു. Criticizing one another will only lead to further unhappiness. Love and accept each other as you are, and your relationship will magically transform. സോ ഇതിൻ്റെ അകത്ത് ദ ബേസിക് തിങ് ഇസ് നമ്മളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്തു. ഓക്കെ, പുതിയ പേഴ്സണെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒരു 3 months വരെ അവർക്ക് ദ എക്സ്ട്രാ സ്വീറ്റ് ഫേസ് എന്ന് പറയാൻ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എത്ര നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു 3 മാസത്തിന് ശേഷം നമ്മുടെ ക്യാരക്ടറിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. സോ അത് പുറത്തേക്ക് വരുന്ന സമയത്താണ് മേജർ പ്രോബ്ലംസ് ഇൻ റിലേഷൻഷിപ്പും ഉണ്ടാകുന്നത്. സോ നിങ്ങൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് യു ആർ ലേണിങ്, അതായത് ആ 2 പേഴ്സണും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു ഫേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യും. അവർ ചെറിയ ചെറിയ ഫോൾട്ടുകൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അങ്ങനെ നിങ്ങൾ ലവ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം. സോ ഗീവ് ടൈം, എല്ലാത്തിനും നിങ്ങൾ ടൈം കൊടുക്കുക. ആൻഡ് എന്തൊരു കാര്യമാണെങ്കിലും അതിന് ടൈം കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരാളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാനോ പറ്റില്ല. ബട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കാണുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ 2 പേരെയും കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് ഇസ് ഗ്രോയിങ് ടുഗെദർ. ആൻഡ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ്, വാട്ട് ഇസ് എ സ്പിരിറ്റ് മെസ്സേജസ് ഫോർ യു? You're much closer to a powerful breakthrough than you may realize. You have been praying for this thing to heal, new opportunities to appear, relationship to improve, and the prayers will be answered soon. Okay.
എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ചേഞ്ചിലേക്ക് പോകുന്ന ഒരു പേഴ്സണാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ട്രാൻസ്ഫോർമേഷൻ അയക്കാം, നിങ്ങൾക്ക് ഫിനാൻസ്, കരിയർ എല്ലാ വൈസും നിങ്ങൾക്കൊരു ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കാണുന്നു. നിങ്ങളിൽ പലരും സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അപ്പിയർ ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രേയേഴ്സ് ആൻസേർഡ് ആവുന്നുണ്ട്. സോ ഡോണ്ട് വറി, ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. Count all your blessings, even the small ones. Show gratitude and appreciation for all that you have in your life and all that you have has yet to come into your life. The best days are still ahead, and isn't that an awesome thought? ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഐ ആം സീയിങ് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബ്ലെസ്സിങ്സ് തരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിന് ചുറ്റിലുമുള്ള സ്മോൾ തിങ്സ് ആണെങ്കിൽ കൂടെ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും അപ്രിസിയേഷനും കാണിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും അവർ ചെറിയ എന്തെങ്കിലും ഒരു ഹെൽപ്പെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാം. സേ താങ്ക് യു, സേ സോറി, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലും യൂസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. ആൻഡ് യു ഹാവ് ദോസ് and you have your life and all that has yet come into it. So നിങ്ങളുടെ ലൈഫിൽ ഐ എം സീയിങ് ദാറ്റ് കുറച്ച് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റ് ഡേയ്സ് ഇനിയും വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടെ പോകുന്നതിലും അടിപൊളിയായിട്ടുള്ള ലൈഫ്സ് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡേയ്സ് വരുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിലുള്ള സ്മോൾ കാര്യങ്ങളാണെങ്കിൽ കൂടെ അതിനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത് കാണുന്നു. അതിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റുന്ന സ്പിരിറ്റ് മെസ്സേജ് ഇസ് ദാറ്റ് when a door doesn't open, don't waste your energy trying to make it open. It's closed for a reason, and you are being directed to something far better and bigger. Ending are part of a cycle of life, and make way for more wonderful new beginning and opportunities. So, okay. സോ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡോർ ക്ലോസ് ആയിട്ടുണ്ടാവാം, എന്തെങ്കിലും ഒരു എൻഡിങ്, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡോറ് നിങ്ങളുടെ മുന്നിൽ ക്ലോസ് ആയിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ട്രൈയിങ് ഹാർഡ് ടു ഓപ്പൺ ഇറ്റ്. പക്ഷേ യൂണിവേഴ്സ് ഇസ് സേയിങ് അത് നിങ്ങൾക്ക് എന്തായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിട്ടുള്ളത്, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റോങ് ആയിട്ട് നിൽക്കുന്നത് ഒക്കെ ഒരു റീസണിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോറ് നിങ്ങൾ ശക്തിയോടെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്ത് തുറക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു റീസൺ കാരണമാണ്. നിങ്ങൾക്ക് അതിനെക്കാട്ടിലും ബെറ്ററും ബിഗ്ഗറുമായിട്ടുള്ള സംഭവങ്ങൾ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാനുണ്ട്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവേണ്ട ഒരു ടൈം പീരീഡ് ആണെന്നുള്ളത് കാണുന്നു. സോ നിങ്ങൾ ആ ഒരു ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ന്യൂ ബിഗിനിങ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൺ ദ വേ എന്നുള്ളത് കാണുന്നു. ഐ സീ നെക്സ്റ്റ് ഫെയറി മെസ്സേജസ്. ഹിഡൻ ഡെപ്ത്. Something hidden is about to come to light, perhaps a secret or memory at the back of your mind. When we expose what's hidden, we become free. Okay. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ അറിയാനുള്ള സീക്രട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ റിവീൽ ആവുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡെപ്തിലുള്ള കാര്യങ്ങളായിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, സംശയങ്ങളായിരിക്കാം. അതിനൊക്കെയുള്ള ആൻസേഴ്സ് റിവീൽ ആവുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് സൂൺ കിട്ടും ഫ്രം ദ യൂണിവേഴ്സ് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സീ ജേർണി. It's time to prepare for a journey, and it may be an impromptu. We are planned. Either way, make your way to be ready. When the time comes, pack your passport now. Okay. സോ നിങ്ങളുടെ കാര്യത്തിലൊരു ജേർണി, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ന്യൂ ബിഗിനിങ്, ന്യൂ ഡയറക്ഷനിലേക്കുള്ളൊരു ജേർണിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ടൈം പീരീഡിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് കാണുന്നു. സോ ഐ ഡോണ്ട് നോ, നിങ്ങൾ പലരും മേ ബി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതൊരു എൻഡിങ് ഫേസിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം എന്നുള്ളത് കാണുന്നു. അല്ലെങ്കിൽ യു ആർ ഡീലിംഗ് വിത്ത് സംതിങ് ഹാവ് ടു എൻഡ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻഡ് ചെയ്യേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പം കറൻ്റ്ലി ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. സോ അത് കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടൊരു ന്യൂ സ്റ്റാർട്ടിനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിലൊരു ജേർണി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവൽ
വരുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഇറ്റ് ഡസൻറ്റ് മീൻ ജസ്റ്റ് ഫിസിക്കൽ ട്രാവൽ, ദിസ് കുഡ് ഓൾസോ മീൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആൻഡ് വേറെ ഏതെങ്കിലും ഒരു അതായത് ഇതുവരെ ജീവിക്കാവുന്ന രീതിയിൽ നിന്ന് മാറി വേറെ രീതിയിൽ ജീവിക്കാനൊരു അവസരം നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുക എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റാനുള്ള സാധ്യത. നെക്സ്റ്റ് ഐ സീ സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, ദ ഫുൾ മൂൺ. സോ നിങ്ങൾ ഐ തിങ്ക് നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹൈലി സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. സോ നിങ്ങൾ ഏറ്റവും ഫൈനലി ചെയ്യുന്നത് സറണ്ടറിങ് ടു ഡിവൈൻ ആണ്. സോ യൂണിവേഴ്സ് ഇസ് ഓൾസോ ആസ്കിങ്, നിങ്ങൾ നിങ്ങളുടെ കഴിവിന് പരമാവധി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞു. സോ യു ക്യാൻ സറണ്ടർ ടു ദ യൂണിവേഴ്സ്. ഇനി ബാക്കിയുള്ളത് യൂണിവേഴ്സ് ചെയ്തോട്ടെ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് ഐ സീ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ആ ഒരു പാർട്ട്ണറുടെ കൂടെ നിൽക്കുന്നു, അതെങ്ങനെയാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണുന്നു യൂണിവേഴ്സ്. സോ ഐ സീ ദാറ്റ്. നെക്സ്റ്റ് ഐ സീ റിമെയിൻ പോസിറ്റീവ്. സോ നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി പോസിറ്റീവായിട്ട് റിമെയിൻ ചെയ്യണം. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാം, നെഗറ്റീവ് ഐഡിയാസ് ആയിരിക്കാം എല്ലാത്തിനെയും പറ്റി. പക്ഷേ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്നു, അതായത് ഈ ഒരു പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് നിങ്ങൾക്ക് തീരുമാനം അല്ലെങ്കിൽ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ റിമെയിൻ ചെയ്യൂ. ആ സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരും, അബണ്ടൻസ് കൊണ്ടുവരും, ഹാപ്പിനെസ് കൊണ്ടുവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് യൂണിവേഴ്സ് വോണ്ട് ടു ടെൽ യു, ദാറ്റ് ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ആൻഡ് ഇഫ് യു ട്രൈ ഹാർഡ് അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ആൻഡ് സറണ്ടർ ടു ദെം ആൻഡ് ബി കമ്മിറ്റഡ് ടു ദെം. അതേ ഉള്ളൂ. ആ ഒരു ടൈം ഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്ക് അതിനകത്തൊരു സക്സസ് കിട്ടും എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സോ അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്ത് മെസ്സേജസ് ആണ് ഫ്രം ദ യൂണിവേഴ്സ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഐ സീ beware of what you are projecting for the qualities you admire in one another are qualities you both possess equally. So the qualities you don't like are also your own reflection. So okay, സോ നിങ്ങൾ രണ്ടുപേരിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ക്വാളിറ്റീസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റീസും അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ കാണുന്നത് എന്നാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് മറ്റൊരാളിൽ എന്താണോ ഇഷ്ടപ്പെടാത്തത് അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കണം. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്, ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ അത് നെക്സ്റ്റ് പേഴ്സണ് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള തെറ്റ് എന്നുള്ളത്. ന്യൂ ബിഗിനിങ്, ന്യൂ അഡ്വഞ്ചർ അവൈറ്റ്സ്, എംബ്രേസ് ഇറ്റ് ആൻഡ് ലീവ് യുവർ ഡ്രീം പാഷനേറ്റ്ലി. നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അതൊരു ന്യൂ സ്റ്റാർട്ടാണ്. ആ വരുന്ന അഡ്വഞ്ചേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക. സീക്രട്ട് അഡ്മയർ, someone has deeper feeling for you than they are letting on. ഓക്കെ, ദിസ് കുഡ് മീൻ നിങ്ങൾക്ക് ഒരു സീക്രട്ട് ലവർ ഉണ്ടാവാം, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് നിങ്ങളെ അഡ്മയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം. ഓർ ദിസ് കുഡ് മീൻ ദാറ്റ് നിങ്ങളുടെ പാർട്ട്ണർ അവർ കാണിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഡീപ്പർ ഫീലിംഗ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും ഡീപ്പർ ഫീലിംഗ് അവർക്ക് നിങ്ങളോടുണ്ട് എന്നാവാം എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് സ്പിരിറ്റ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Resilience is one of your strongest qualities you have. It has been often through so many trials and tribulations in the past, and it will continue to do so. Lean on your inner tower of strength. Okay, നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ. വളരെ ട്രയൽസും വളരെ എറേഴ്സും ട്രയലും ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിട്ടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുണ്ടാവാം ഇൻ ദ പാസ്റ്റ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നിങ്ങളുടെ സ്ട്രെങ്ത് ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയത് കൊണ്ട്
നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് കിട്ടിയിട്ടുണ്ടാവാം. സോ അതിന് കിട്ടിയ ആ ഒരു സ്ട്രെങ്ത്തിനെ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്ത് തന്നെ നിൽക്കുക. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈമും നിങ്ങളുടെ ലൈഫിൽ പാസ് ചെയ്ത് പോകും എന്നുള്ളത് കാണുന്നു. It is time to hit the reset button. Clear out the old so that there is room available for the new to enter. Trust the better things are coming fast. Prepare to move to the next phase of your life. Okay. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഐ എം സീയിങ് ഒരു റീസെറ്റ് ബട്ടൻ്റെ ആവശ്യമുണ്ട് പലപ്പോഴും. ഐ തിങ്ക് റീസെറ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും റിച്വൽസ് നിർത്തിയിട്ടുണ്ടാവാം. അതെങ്കിൽ മേ ബി നിങ്ങൾ ആദ്യം നല്ല എഫേർട്ട്സ് ഇട്ടിട്ടുണ്ടാവും, രണ്ട് പേഴ്സണെയും ടൈം കൊടുത്തിട്ടുണ്ടാവാം രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം യു ഡോണ്ട് ഫൈൻഡ് ടൈം ഫോർ ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾ ബിസി വിത്ത് യുവർ ലൈഫ് ആയിട്ടുണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് ഇസ് ആസ്കിങ് ടു ആ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ റീസെറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം കുറച്ച് നാളായിട്ട് പോകുന്ന രീതിയിൽ നിന്നും റീസെറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക. പുതിയ അഡ്വഞ്ചേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ചേഞ്ചും പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ സംതിങ് ന്യൂ എന്നുള്ളത് കാണുന്നു. ഓക്കെ, വാട്ട് ഏരിയാസ് ഓഫ് ലൈഫ് ആർ യു അവോയ്ഡിങ്? ആർ ദേ കോസിങ് യു അപ്സെറ്റ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കോൺവെർസേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ അവോയ്ഡ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്സെറ്റ് ഉണ്ടാക്കുന്നത്, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക, ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. അത് ക്ലിയർ ചെയ്ത് മുന്നിലോട്ടേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. കാരണം അത് എന്തെങ്കിലും ഒരു കാര്യം അൺറിസോൾവ്ഡ് ആയിട്ട് ആ റിലേഷൻഷിപ്പിൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നെയും ട്രിഗർ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വരാം. അത് പിന്നെയും ഒരു ഫൈറ്റിലേക്ക് പോകാം എന്നുള്ളത് കാണുന്നു. ടെംപ്ടേഷൻ, അടുത്തതായിട്ട് എനിക്ക് കാണുന്ന കാർഡ് ടെംപ്ടേഷൻ. ആർ യു ഇൻ ഡിനയൽ about an unhealthy habit, perhaps one that makes you feel guilty? Okay, നിങ്ങൾ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ കാണുന്നു. സോ ഓൾ ത്രീ പൈൽസിൻ്റെ അകത്ത് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എവറിബഡി ഈസ് സ്ട്രഗ്ലിങ് ത്രൂ ദാറ്റ് ഫേസ് എന്ന് തോന്നുന്നു. സോ ദിസ് ഇസ് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അൺഹെൽത്തി ഹാബിറ്റ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ, എന്തെങ്കിലും സാധനം ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് അങ്ങനെ പോയതിന് ശേഷം നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക, അതിനെ മേലെ വർക്ക് ചെയ്യുക, അതിനൊരു പവർ കൊടുക്കരുത് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സീ പ്യൂരിറ്റി. ഓക്കെ, ഓൾവേസ് ട്രസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് യുവർ ഹാർട്ട്. ലുക്ക് ഇൻസൈഡ് യുവർ ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് ആൻസേഴ്സ്. നിങ്ങളുടെ പ്യൂരിറ്റീനെ നിങ്ങൾ വിശ്വസിക്കുക. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാർട്ട്ണർ അത് പ്യുവറായിട്ട് വെക്കുക. അതിനകത്ത് ഒരു മൂന്നാമതൊരു പേഴ്സൺ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ വെദർ ഇറ്റ്സ് യുവർ ഫാമിലി വെദർ ഇറ്റ്സ് സമ്മൺ എൽസ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുക. ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾ രണ്ടുപേരുമാണ് നിങ്ങളുടെ ഫാമിലിയിലെ മേജർ ഡിസിഷൻസും എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതൊരു പ്യുവർ സോൾ കണക്ഷൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കാണുന്നു. ആൻഡ് ടൈം ഫോർ ഹീലിംഗ്, ബാൽസമിക് ബോൺ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗ് ഫേസിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ഓൾറെഡി നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് വൂൺസ് ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് ഫൈറ്റ്സിലൂടെ പോയിട്ടുണ്ടാവാം. സോ ഇതൊരു ഹീലിംഗ് ഫേസിലേക്ക് പോകാനുള്ളൊരു ടൈം പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. സോ ഇതിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് നിങ്ങൾ ഇതുവരെ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബോൾഡ് ക്യാരക്ടർ പുറത്തെടുക്കുകയും ഇതിൻ്റെ അകത്ത് ഒരു കമ്മിറ്റ്മെൻറ്റിനെ പറ്റി നോക്കുകയും ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സീ നോ നീഡ് ടു വറി ആൻഡ് കോംപ്രമൈസ്. ഓക്കെ,
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത് കാണുന്നു. രണ്ടുപേരും ഒരേപോലെ ഞാൻ താഴ്ന്നു തരില്ല എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. ആൻഡ് ഇതൊരു വർക്കൗട്ട് ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് നോ നീഡ് ടു വറി, ഇത് നടക്കും. പക്ഷേ നിങ്ങൾക്ക് കോംപ്രമൈസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.